Dear students, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പേജ് നമ്പർ 123 കാര്യങ്ങളാണ് ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതിൽ തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് ഫ്രം എ ബെഡ് ടു എ സ്ട്രെച്ചർ. നമ്മളൊരു പേഷ്യൻറ്റിനെ ബെഡിൽ നിന്ന് സ്ട്രെച്ചറിലേക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള പ്രൊസീജിയേഴ്സാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ആരൊക്കെയാണ് നമുക്ക് ഈ ഒരു ബെഡ് ടു സ്ട്രക്ചറിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാരെ ആദ്യം തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു 3 to 4 പേഴ്സൺസ് ആണ് നമുക്ക് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത് നമുക്ക് എന്താണ് ചെയ്യാനായിട്ടുള്ളത്, രോഗിക്ക് ഈ ഒരു അതായത് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് ബെഡിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിക്ക് കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൈകൾ നെഞ്ചിന് മുകളിലൂടെ വെക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് വേറെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിൻ ടക്കഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ രോഗീനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് നമുക്ക് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ട് കൃത്യമായിട്ടുള്ള ഉയരത്തിലേക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രക്ചറിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ ഉയരത്തിലേക്ക് പൊന്തിക്കേണ്ടി വരും, ചിലപ്പോൾ താത്തേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ബ്രേക്കുകൾ ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഗാർഡ് റെയിലുകൾ താഴ്ത്തി വയ്ക്കുക. രോഗിയെ ട്രാൻസ്ഫർ നടക്കുന്ന കിടക്കയുടെ വശത്തോട് ഏറ്റവും അടുത്ത് സ്ഥാപിക്കുക. അതായത് നമുക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ തൊട്ടടുത്തേക്ക് എന്ന് പറഞ്ഞ വിധത്തിൽ പേഷ്യൻറ്റിനെ കിടക്കാം. അതിനുശേഷം സ്ലൈഡർ ബോർഡിന് മുകളിൽ ഒരു ഷീറ്റ് വയ്ക്കുക. ഇത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിയെ സ്ട്രക്ചറിലേക്ക് മാറ്റാനായിട്ടുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രോഗിയെ സ്ട്രക്ചറിന് എതിർവശത്തേക്ക് ഉരുട്ടി സ്ലൈഡർ ബോർഡ് രോഗിയുടെ അടിയിലായിട്ട് വെക്കുക. അങ്ങനെ ബോർഡ് രോഗിക്കും കിടക്കയ്ക്കും ഇടയിലായിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത പറയുന്ന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് രോഗിയെ വീണ്ടും നമ്മൾ കമിഴ്ന്ന കിടക്കയിലേക്ക് കിടത്തുക. അതുപോലെ തന്നെ രോഗി സ്ലൈഡർ ബോർഡിൽ സെൻറ്റേർഡ് ആയിട്ടുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ കാലുകൾ നേരെയാണെന്ന് നമ്മൾ ഉറപ്പിക്കുക. പിന്നെ വരുന്നത് സ്ട്രെച്ചർ രോഗിയുടെ അടുത്തുള്ള കിടക്കയുടെ വശത്തേക്ക് കൊണ്ടുവന്ന് കിടക്കയേക്കാൾ അല്പം താഴെയായിട്ട് നമ്മൾ വെക്കുക. തുടർന്ന് സ്ട്രെച്ചറിൻ്റെ ബ്രേക്കുകൾ ലോക്ക് ചെയ്യുക. നെക്സ്റ്റ്, രോഗിയുടെ ഭാരം നമുക്ക് തുല്യമായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നിട്ടുള്ള രീതിയിൽ നമ്മൾ ഹെൽത്ത് കെയർ ടീമിലേക്ക് പൊസിഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പൊസിഷൻ 2 on the side of the stretcher grasping the sheet placed on the slide board. Next, 1 at the head of the bed grasping the pillow and the sheet. ഇനി ഒരെണ്ണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 2 എണ്ണം 2 on the side of the stretcher, നമ്മുടെ സ്ട്രെച്ചറിൻ്റെ സൈഡിലോട്ടും ഗ്രാസ്പിംഗ് ദ ഷീറ്റ് പ്ലേസ്ഡ് ഓവർ ദ സ്ലൈഡ് ബോർഡും ആണ്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് 1 at the head of the bed. ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് ബെഡിൻ്റെ തലവശത്തേക്കായിട്ടും അതുപോലെ തന്നെ ഗ്രാസ്പിംഗ് ദ പില്ലോ ആൻഡ് ദ ഷീറ്റ്, നമ്മുടെ പില്ലോനെയും ഷീറ്റിനെയും ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് 1 at the far side of the patient between the chest and the hip. അതായത് ഇപ്പോൾ നമുക്ക് ഒന്ന് രോഗിയുടെ മറുവശത്ത് നെഞ്ചിനും ഇടുപ്പിനും ഇടയിലായിട്ട് വയ്ക്കുക. പിന്നെയുള്ള ഒരെണ്ണം നമുക്ക് കിടക്കയുടെ ചുവട്ടിൽ അധികമായിട്ട് സ്ഥാപിക്കാം. അതിനുശേഷം ഹെൽത്ത് കെയർ ടീം ലീഡർ ട്രാൻസ്ഫർ ആരംഭിക്കുകയാണ്. 1 2 3 എന്ന് പറഞ്ഞിട്ട് എണ്ണുക. അപ്പോൾ കിടക്കയുടെ മറുവശത്ത് ഒരാൾ നിന്ന് കഴിഞ്ഞിട്ട് രോഗിയെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെച്ചറിൻ്റെ വശത്തുള്ള അതായത് സ്ട്രെച്ചറിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ സ്ട്രെച്ചർ അവിടെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, 2 ദാതാക്കൾ അവരുടെ ഭാരം മുന്നിൽ നിന്ന് പിന്നിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പിന്നെ ഷീറ്റ് വലിച്ചുകൊണ്ട് രോഗിയെ അവരോടൊപ്പം അതായത് അവരുടെ ഒപ്പമായിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേസമയം കിടക്കയുടെ തലയിലും കാലിൻ്റെ അവിടെയും ഉള്ള
എന്താണ് ഹെൽത്ത് കെയർ ടീം അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവർ എൻഷുർ ദാറ്റ് ദ പേഷ്യൻ്റ് ഈസ് സെക്വേർഡ്, അതായത് നമ്മുടെ പേഷ്യൻ്റ് സെക്വേർഡ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ, ഷോൾഡേഴ്സ്, ഫീറ്റ്, ഇതൊക്കെ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് കറക്റ്റായിട്ട് പോരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ചിലപ്പം പേഷ്യൻ്റ് ഇപ്പോൾ തളർന്ന് കിടക്കുന്ന പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരില്ല. അപ്പോൾ പേഷ്യൻ്റെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമ്മളോടൊപ്പം തന്നെ പോരുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് 10ാമത്തെ പോയിന്റ്, കണ്ടിന്യൂ ടു സൈഡ് ഓഫ് ദ പേഷ്യൻറ്റ് അൻറ്റിൽ ദ പേഷ്യൻറ്റ് ഈസ് ഓൺ ദ സ്ട്രക്ചർ സെൻറ്റർ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പേഷ്യൻ്റ് സൈഡിലായിട്ടാണോ, അതുപോലെ തന്നെ പേഷ്യൻ്റ് ഈസ് ഓൺ ദ സ്ട്രക്ചർ സെൻറ്ററിലായിട്ടാണോ കിടക്കുന്നത്, നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് എവിടെ എത്തി എന്നുള്ളത് നമ്മൾ നോക്കുക. റിമൂവ് ദ സ്ലൈഡ് ബോർഡ് ഫ്രം അണ്ടർനീത്ത് ദ പേഷ്യൻറ്റ് by rolling the patient over to the side opposite the bed, making sure the patient is comfortable and covered with the sheets. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻ്റ് അങ്ങനെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലൈഡ് ബോർഡ് നമ്മുടെ പേഷ്യൻ്റെ അടിയിൽ നിന്ന് റോൾ ചെയ്തിട്ട് വലിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻ്റ് കംഫർട്ടബിളായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. പിന്നെ കവർ വിത്ത് കവർ ഷീറ്റ്സ്. പിന്നെ വരുന്നത് എന്താണ്, റേസ് ദ ഗാർഡ്സ് റെയിൽ ആൻഡ് അഡ്ജസ്റ്റ് ദ സ്ട്രക്ചർ ഹൈറ്റ്. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മുടെ ഗാർഡ്സിൻ്റെ റെയിൽസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്താണ് സ്ട്രക്ചർ കറക്റ്റായിട്ടുള്ള ഹൈറ്റിൽ വെച്ചിട്ട് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് ട്രാൻസ്ഫർ ഫ്രം എ ബെഡ് ടു എ വീൽ ചെയർ. ഒരു പേഷ്യൻറ്റിനെ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റിനെ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പേഷ്യൻറ്റിൻ്റെ ആവശ്യങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത്, കിടപ്പ് രോഗികളെയൊക്കെ നമുക്ക് വീൽ ചെയറിലേക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ, ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പേഷ്യൻറ്റിന് ഒന്നില്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ഒരു അസിസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഏതെങ്കിലും എന്താണ് അസിസ്റ്റൻറ്റ് നഴ്സുമാരായിരിക്കാം. ഇവരായിട്ട് കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ രോഗിയുടെ ആവശ്യങ്ങളനുസരിച്ച് ഈ അസിസ്റ്റൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ആ പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിനെ സ്വന്തമായിട്ട്, അതായത് ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ കാലുകൾ കുത്തി കഴിഞ്ഞിട്ട് പതുക്കെ നടക്കാനെങ്കിലും ശേഷിയുള്ള ഒരാളാണെങ്കിലാണ് ഒരു അസിസ്റ്റൻ്റ് മാത്രമായിട്ട് നമുക്ക് കാര്യമുള്ളൂ. പക്ഷേ 2 കാലുകളും ഇതുപോലെ തന്നെ തളർന്നതാണ്, തീരെ നടക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ആണെന്നുവെച്ചാൽ നമുക്ക് 2 അസിസ്റ്റൻറ്റുകളെ എന്തിനാവശ്യമാണ്, അവിടെ നിന്ന് പൊന്നിച്ച് നമുക്ക് വീൽ ചെയറിലോട്ട് കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഫസ്റ്റ് കംപ്ലീറ്റ് ദ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ആൻഡ് പ്രൊസീഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ നമുക്ക് ബെഡിൽ നിന്ന് എന്താണ് നമ്മുടെ വീൽ ചെയറിലോട്ട് കിടത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റെപ്സിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ദ പേഷ്യൻറ്റ് ഫുഡ് വെയർ ബിഫോർ ആംബുലേഷൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, 2ാമത്തെ പോയിന്റിൽ എന്താണ് വരുന്നത്, നമുക്ക് എന്താണ് റേസ് ഓർ ലോവർ ദ ബെഡ് ടു എ സേഫ് വർക്കിംഗ് ഹൈറ്റ്. നമ്മുടെ ബെഡ് എന്ന് പറയുന്നത് എന്താണ് സേഫ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ഹൈറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം എന്താണ് ഗാർഡ് റെയിലുകൾ താഴ്ത്തുക, വീൽ ചെയർ കിടക്കയ്ക്ക് സമീപം ഒരു 45 ഡിഗ്രി കോണിലായിട്ട് വെക്കുക. പിന്നെ ബ്രേക്കുകൾ, അതായത് നമ്മുടെ വീൽ ചെയറിൻ്റെ ബ്രേക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പാക്കണം. പിന്നെ വരുന്നത് രോഗിയുടെ ഒരു വശം ദുർബലമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ അത് ഒരു വശം തളർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ വീൽ ചെയർ നമുക്ക് പേഷ്യൻറ്റിന് എന്താണ് ആരോഗ്യമുള്ള ഒരു വശത്തേക്കായിട്ട് വെക്കുക. പിന്നെ രോഗിയുടെ കിടക്കയുടെ വശത്ത് ഇരുത്തി കാലുകൾ കിടക്കയിൽ നിന്ന് മാറ്റി കാലുകൾ തറയിൽ സമചതുരായിട്ട് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു രോഗിയുടെ അരക്കെട്ടിന് ചുറ്റും ഒരു ഗേറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ വാക്കിംഗ് ബെൽറ്റ് ഘടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
പിന്നെ രോഗിയുടെ അരയിൽ നമ്മുടെ കൈകൾ വയ്ക്കുക. പ്രൊവൈഡർ തൻ്റെ കാലുകൾ രോഗിയുടെ കാലുകളുടെ പുറംഭാഗത്തായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ രോഗി അരയിൽ കുനിഞ്ഞ് മുന്നോട്ട് ചാരിയിരിക്കുമ്പോൾ നമ്മുടെ ദാതാവ്, അതായത് പ്രൊവൈഡർ, ഗേറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ രോഗിയുടെ അരക്കെട്ട് പിടിക്കുക.